മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഈ മുസ്ലിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് വേണ്ടി വോട്ട് ചെയ്തിട്ട് പിണറായി വിജയൻ സാറ് അധികാരമേറ്റെടുത്ത ഉടനെ വന്ന് കണ്ട് അഭിനന്ദിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ബിഷപ്പും കർദിനാളും എല്ലാം AKG സെന്ററിൽ പോയിട്ട് നേരെ പിണറായി വിജയനെ അഭിനന്ദിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അവർ വോട്ട് ചെയ്തതൊക്കെ കേരള കോൺഗ്രസിനും UDF-നും ആണെങ്കിൽ പോലും, അതുപോലെ തമിഴ്നാട്ടില് DMK-യുടെയും കോൺഗ്രസിന്റെയും കൂട്ടത്തിലായിരുന്നു മുസ്ലിം ലീഗ്. ADMK-ക്കെതിരെയാണ് നിന്നത്. അവരിൽ ഒരാള് ജയിക്കുകയും ചെയ്തു. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ മുസ്ലിങ്ങൾ ഒരുമിച്ച് എന്ന് ജയലളിതയുടെ അടുത്ത് ചെന്നിട്ട് റംസാന് നൊയമ്പ് വിട്ടാനുള്ള അരി തരണം എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ഇന്നലെ വിവരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ G. സുകുമാരൻ നായരെ കുറിച്ചും അതുപോലെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചൊക്കെ ഒരു കമന്റ് പറഞ്ഞിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള കോർഡിനേറ്റർ ഗോപാലകൃഷ്ണപിള്ള സാറ് ആലപ്പുഴയിൽ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ശരിക്ക് ഇപ്പൊ ഹിന്ദുക്കൾ യോജിക്കാൻ തയ്യാറാണ്. ഹിന്ദുക്കളുടെ ഒരുപക്ഷെ ഹിന്ദുക്കളുടെ വോട്ടായിരിക്കും 30 ലക്ഷം BJPക്ക് കേരളത്തിൽ കിട്ടിയത്. ഈ ഇലക്ഷന് മുമ്പുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ഹിന്ദുക്കൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ അവരെ വിമർശിക്കുന്നതിന് പകരം അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ വിജയിച്ചു എന്ന് വരും. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദേശമാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ പറയുന്നതാണ് അവസാനത്തെ വാക്കെന്ന് ധരിക്കല്ലേ. ഞാൻ തിരുത്തണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കമന്റാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ 100% എനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞ് നിങ്ങൾ പറഞ്ഞ ശരിയാണ് ശരി എന്ന് പറയാൻ അഭിമാനത്തോടു കൂടി എനിക്ക് ഒരു വിഷമവും ഇല്ലാതെ. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഹൈന്ദവ ജനത ശരിക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കും. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് പട്ടണക്കാടെന്നോ പട്ടിക്കാടെന്നോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പട്ടണക്കാടാണെന്നോ തോന്നുന്നു. അവിടെ ഹൈവേയുടെ സൈഡിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ആ അമ്പലം ഭരിക്കുന്ന 100% മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. നല്ല സ്വഭാവമുള്ളവര്, നല്ല തന്മയത്വമുള്ളവര്, രാഷ്ട്രീയത്തിന്റെ ഒരു ചുവയും ഇല്ല, നന്നായിട്ട് അമ്പലം പോകുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു, സാറേ നമുക്ക് ഈ ഹൈവേയിലൂടെ സ്പീഡിൽ വണ്ടികൾ പോകുമ്പോൾ ഈ അമ്പലം ഉള്ളതായിട്ട് ആർക്കും അറിയാൻ പറ്റണില്ല. ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് അറിയണമെങ്കിൽ, ഹൈവേയിലായത് ഭാഗ്യം, അറിയണമെങ്കിൽ ഒരു ഗോപുരം ഉണ്ടാക്കണം. എന്താ ചെയ്യേണ്ടത്, സാറിന് വല്ല സജഷനുണ്ടോ ചോദിച്ചു. ഞാനപ്പോൾ അവരോട് പറയേണ്ടായി, നിങ്ങളുടെ അമ്പലത്തിൽ വരുന്നവരുടെ മൊബൈൽ നമ്പർ എടുത്തു വെച്ചിട്ടുണ്ടോ, അവരുടെ ഇമെയിൽ ഉണ്ടോ, അവരുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ, ഇങ്ങനെ എല്ലാം ചോദിക്കേണ്ടായി. അവർ ഉടനെ പറഞ്ഞത്, ഞങ്ങളുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. മൂന്ന് ദിവസം കഴിഞ്ഞ് മന്ത്രി സുധാകരൻ എന്ന അദ്ദേഹമായിരുന്നു ദേവസ്വം മന്ത്രി, അദ്ദേഹം വന്ന് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട് ഈ അമ്പലത്തിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, വളരെ നന്നായി, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ 3 ദിവസത്തിനുള്ളിൽ ഈ ഗോപുരത്തിൻ്റെ ഒരു സ്കെച്ച് വരച്ച് എൻ്റെ എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന മാതിരി എല്ലാം തയ്യാറാക്കിയിട്ട് ഈ മന്ത്രി സുധാകരൻ വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടെന്ന് മൈക്കിലൂടെ പറയുക. അപ്പോൾ അത് കഴിഞ്ഞ് കാത്തു നിൽക്കാം, എല്ലാ പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ട് നിൽക്കാം. ഇവരതേപോലെ ചെയ്തു. മന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഹൈവേയിലുള്ള ഈ അമ്പലം കാണാൻ സാധിക്കുന്നില്ല, ഒരു ചെറിയ ഗോപുരം വേണം, എല്ലാം പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മന്ത്രി പ്രഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞു. അവസാനം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഗോപുരത്തിന്റെ എസ്റ്റിമേറ്റും ബാക്കിയുള്ളതെല്ലാം കൂടി എനിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് സമർപ്പിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം, അടുത്ത ആഴ്ചയാണെങ്കിൽ അടുത്ത ആഴ്ച ഒപ്പിട്ട് തന്നേക്കാം, ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒപ്പിട്ട് തന്നേക്കാം. ആവേശം കൊണ്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു. ഏതായാലും ആ സമയത്ത് ഈ പേപ്പർ കൊണ്ടുപോയിട്ട് മുമ്പിൽ വെച്ചു കൊടുത്തു. അവിടെ വെച്ച് സദസ്സിന്റെ മുമ്പിൽ അദ്ദേഹം അപ്രൂവ്ഡ് ഗ്രാൻഡ്
ഫ്രം ദി കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഗോപുരം വന്നു എന്ന് തോന്നുന്നു. ഏതായാലും മന്ത്രിയുടെ അപ്രൂവൽ കിട്ടി. ഗോപുരം വന്നോന്ന് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥാപനത്തിലുള്ളവർ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഗവൺമെന്റിനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അപ്രോച്ച് ചെയ്യുന്ന മാതിരി അപ്രോച്ച് ചെയ്തിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ, ഞാൻ ഈ ശിവഗിരി തീർത്ഥാടനത്തിന് പ്രഭാഷണത്തിന് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവിടുത്തെ സ്വാമി തീർത്ഥാടന സമ്മേളനത്തിൽ മന്ത്രിയോട് പറയുന്നത് കേട്ടു. വർക്കല കഹാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വർക്കല വരെ വരുന്ന 2 മണിക്കും 3 മണിക്കും വരുന്ന KSRTC വണ്ടി ഒന്ന് ശിവഗിരി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. മന്ത്രി ഇതിന് മറുപടി കൊടുക്കുമ്പോൾ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാൻ ഇന്ന് എന്നെ റെക്കമെൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ള ചെറിയ ചീള ആവശ്യങ്ങളല്ല മുമ്പോട്ട് വെക്കേണ്ടത്. വർക്കല ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിന് സ്ഥലം വേണം, ഇതൊരു യൂണിവേഴ്സിറ്റി ആക്കണം, ഇന്റർനാഷണൽ ഹോസ്റ്റൽ ഉണ്ടാവണം, നമുക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കാനും നമ്മുടെ ആചാര്യവര്യന്മാരെ കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള കേന്ദ്രമാക്കണം. അങ്ങനെയുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പുറത്ത് വരെ വരുന്ന ബസ് ഇപ്പുറത്തേക്ക് വരുന്ന നീട്ടണം എന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കേണ്ടത്. ഒരു 5-6 കൊല്ലം മുമ്പ് ഞാൻ ചെമ്പഴന്തിയിലുണ്ടായിരുന്നപ്പോൾ, നാരായണ ഗുരുദേവൻ ജനിച്ച സ്ഥലത്തുണ്ടായിരുന്നപ്പോൾ അവിടെ ശ്രീ പിണറായി വിജയൻ സാർ വന്നിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഈ ചുറ്റുപാടുമുള്ള വീടുകൾ നമ്മൾ അക്വയർ ചെയ്തിട്ട് ചെമ്പഴന്തി തന്നെ വലിയ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ചുറ്റുമുള്ള വീട്ടുകാരോടൊക്കെ ചോദിക്കാം, ഒരു 10 ഏക്കർ സ്ഥലം അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് കിട്ടാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അതേമാതിരിയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ചോദിക്കാതിരിക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാണ്. അതിന്റെ പുറകെ ഒന്ന് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ ജി സുകുമാരൻ നായർ. ഇന്നലെ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വരി പറഞ്ഞിരുന്നു. എന്നോട് ഗോപാലകൃഷ്ണപിള്ള പറഞ്ഞു, ഇനി നെഗറ്റീവ് പറയണ്ട, നമുക്ക് കൊടുക്കാനുള്ള സജഷൻ കൊടുക്കാം. സത്യമാണത്, പറഞ്ഞത് ശരിയാണ്. ഈ NSS കരയോഗങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിനകത്തും NSS എന്ന ബാനറിലാണ്. നിയമപരമായിട്ട് അങ്ങനെ ഒരെണ്ണം കേരളത്തിന് പുറത്ത് സാധിക്കില്ല. കേരളത്തിന് പുറത്തും ബഹ്റിനില് ദുബായിലെല്ലാം NSS പ്രവർത്തിക്കുന്നുണ്ട്, ചെറിയ പേര് വ്യത്യാസത്തിൽ. അവരൊക്കെ ഒരുമിച്ച് വിചാരിച്ചാൽ അവരുടെ കരയോഗത്തില്, NSS കരയോഗത്തില്, അവരുമായി ബന്ധപ്പെട്ട അമ്പലത്തിന്, അവരുമായി ബന്ധപ്പെട്ട സ്കൂളുകൾക്ക്, അവരുമായി ബന്ധപ്പെട്ട അനാഥാലയങ്ങൾക്ക്, വൃദ്ധസദനങ്ങൾക്ക്, ആശുപത്രികൾക്ക് സഹായം വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റിയ സമയം ഇതാണ്. കാരണം ഗവൺമെന്റ് കയറിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കേണ്ടത് ചോദിക്കണം. ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിക്കുമെന്ന് ധരിക്കുന്നത് അബദ്ധമാണ്. അപേക്ഷ കൊടുക്കാതെ സഹായം കിട്ടുമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ മന്ത്രിസഭയിൽ KR ഗൗരിയുടെ പേരിൽ കോളേജുണ്ട് തുറവൂര്. എത്ര 400 ഏക്കറോ മറ്റോ ആണ്. എല്ലാ കോളേജും അവിടെയുണ്ട്. മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഉപയോഗിച്ച് സകല വിധത്തിലുള്ള കോളേജും അവിടെയുണ്ട്. ആ കോളേജിന്റെ ഉടമസ്ഥൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല. KR ഗൗരിയമ്മയുടെ നിർദ്ദേശപ്രകാരം B.Ed കോളേജ് തുടങ്ങിയതാണ്. അത് വിപുലീകരിച്ച് എല്ലാ കോളേജുമായിട്ടുണ്ട് ആ ക്യാമ്പസിനകത്ത്. കണ്ണെത്താ ദൂരത്തെ നേട്ടമുണ്ട്. ഞാനവിടെ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അപ്പൊ അന്ന് KR ഗൗരിയമ്മ ഇടതുപക്ഷത്തിലായിരുന്നില്ല, വലതുപക്ഷത്തിലായിരുന്നു. പക്ഷെ അവരുടെ പേരിലുള്ള ആ കോളേജിന് കുറേ കാര്യങ്ങൾ അപ്രൂവൽ വേണം, ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ് ചേർത്തലയിൽ നടന്ന നാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷത്തിന് ഞാൻ പങ്കെടുത്തപ്പോൾ എൻ്റെ കൂട്ടത്തില് എൻ്റെ വലത് സൈഡിൽ ഇരുന്നത് ഡോക്ടർ തോമസ് ഐസക് സാറായിരുന്നു. ഈ ഡോക്ടർ തോമസ് ഐസക് സാറിനോട് ഈ കോളേജിന്റെ ഉടമസ്ഥൻ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വരും, നമ്മുടെ പേപ്പറുകളൊക്കെ ശരിയാക്കി വെച്ചേക്കണം, കുറച്ച് ഗ്രാൻഡിനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശരിയാക്കി വെച്ചേക്കണം. ഈ ഡോക്ടർ തോമസ് ഐസക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതി പറഞ്ഞു, 2 മണിക്ക് വരണ്ട, 3:30 വന്നോളൂ, 2 തൊട്ട് 3 മണി വരെ എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. ഇത് ഒരു മുണ്ട് കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ
ആ KR ഗൗരി അമ്മയുടെ പേരിലുള്ള കോളേജിൽ ഉള്ള മനുഷ്യൻ ശരിയെന്നും പറഞ്ഞു. ഇദ്ദേഹം പോവുകയും ചെയ്തു. ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ജി സുകുമാരൻ നായർ സാറും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും പുലയ മഹാസഭയിലുള്ളവരും നാടാര് മഹാജന സഖ്യത്തിലുള്ളവരും പിന്നെ കേരള ബ്രാഹ്മണ സഭയായാലും യോഗക്ഷേമ സഭയായാലും അവരവരുടെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ശാഖയിലൂടെയോ അല്ലാതെയോ നേരെ പിണറായി വിജയനെ ചെന്ന് കണ്ട് മുഖ്യമന്ത്രിയെയും കൺസേൺഡ് മന്ത്രിയെയും ചെന്ന് കണ്ട് അപേക്ഷ കൊടുത്താൽ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കയറിയിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണം കൂടിയില്ല. പണ്ട് EK നായനാർ ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അടൽ ബിഹാരി വാജ്പേയി കേരളത്തിൽ വന്നപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് എയർപോർട്ടിലേക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. സ്വീകരിക്കാനായിട്ട് അങ്ങനെ പോയില്ല. ഞാൻ പോയില്ല പറഞ്ഞത്. പക്ഷേ ഇവിടെ അധികാരം ഏറ്റെടുത്ത് 28-ന് അധികാരം ഏറ്റെടുത്ത് 3-ാം ദിവസം പിണറായി വിജയൻ നേരിട്ട് ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ടു. പ്രധാനമന്ത്രി ഇത് നിങ്ങളുടെ വീട് പോലെ കണക്കാക്കാൻ പറയുകയും ചെയ്തു. എല്ലാവിധ സഹായവും ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തു, അങ്ങോട്ട് എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്തു. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം. അതുപോലെ തന്നെ രാജഗോപാല് ശാന്തമായ രീതിയിൽ ശ്രീ രാമകൃഷ്ണന് സ്പീക്കർ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്തു. കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അസാധുവാക്കി കീറിക്കളയുന്നതിന് പകരം അത് രാമകൃഷ്ണൻ ചെയ്തു. രാമകൃഷ്ണന്റെ മഹത്വവും രാജഗോപാൽ വിവരിച്ചു. അത് ഇടതുപക്ഷത്തിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പുറത്തുള്ളവർ ഞങ്ങൾ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ധാർഷ്ട്യം കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഓർമ്മിക്കുക, ഒരു അന്തരീക്ഷത്തിലെ വ്യത്യാസമുണ്ട്. ശ്രീ രാജഗോപാല് രാമകൃഷ്ണനെ വോട്ട് ചെയ്ത് സ്പീക്കറാക്കുന്ന വേളയിൽ എന്തുകൊണ്ട് വോട്ട് ചെയ്തു എന്ന് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 140 പേരുടെ വോട്ടിനേക്കാളും മുഴച്ചു നിന്നത് രാജഗോപാലിന്റെ വോട്ടായിരുന്നു ചർച്ചാ വിഷയമായത്. മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ ഇന്നലത്തെ പത്രം നോക്കിയാൽ മനസ്സിലാക്കും. ബാക്കി എല്ലാത്തിനേക്കാളും ഏറ്റവും മുഴച്ചു നിന്നത് ഒരു അംഗമുള്ള രാജഗോപാലിന് 44 അംഗമുള്ള കോൺഗ്രസിനേക്കാളും 92 അംഗങ്ങളുള്ള LDFിനേക്കാളും പ്രോമിനൻസ് പത്രമാധ്യമങ്ങളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ടവർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവരത് റിപ്പോർട്ട് ചെയ്യുന്നത്. നിഷേധാത്മകമായിട്ട് വേണമെങ്കിൽ ആ വോട്ട് അസാധുവാക്കാം. പകരം നല്ല മനുഷ്യനാണ്, ധർമ്മബോധമുള്ളവനാണ്. ശ്രീരാമന്റെ ധർമ്മബോധവും ശ്രീകൃഷ്ണന്റെ ബുദ്ധിവൈഭവവും ഉള്ള വ്യക്തിയായിട്ട് ഉള്ള രാമകൃഷ്ണനെ എനിക്ക് അനവധി വർഷമായിട്ട് അറിയാം. ആ കസേരയിൽ ഏറ്റവും യോഗ്യതയുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് പറയുകയും ചെയ്തു. ഇലക്ട്രോണിക് മീഡിയ അത് ഡിസ്റ്റോർട്ട് ചെയ്തു എങ്കിൽ അത് അവരുടെ കുഴപ്പം, പതിവായിട്ടുള്ള സ്വഭാവം. പക്ഷെ മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ വളരെ ഗംഭീരമായിട്ട് പോസിറ്റീവായിട്ട് അത് എഴുതി ഒരു വലിയ പ്രഡിക്ഷൻ പോലും നടത്തേണ്ട, എല്ലാവരുമായിട്ട് സഹകരിച്ചു പോവുക എന്നുള്ള സിദ്ധാന്തമാണ് അത് എന്ന് പറഞ്ഞു. ഇന്നലെ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു വാർത്ത വന്നിരുന്നു. ശരിക്കും ന്യൂസ് ആൻഡ് വെതർ എന്ന് പറയുന്ന അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വാർത്ത. ഇന്നത്തെ പത്രം ഞാൻ വായിച്ചിട്ടില്ല. ഇതിപ്പോൾ രാവിലെ 7 മണിക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് വായിക്കാതെയാണ്. AIADMK NDAയുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. മന്ത്രിസ്ഥാനം ഉൾപ്പെടെ പുറത്തു നിന്നുള്ള സപ്പോർട്ടും മന്ത്രിസ്ഥാനം ഉൾപ്പെടെ എടുക്കാൻ ജയലളിത തീരുമാനിച്ചിരിക്കുന്നു. സഹകരണത്തിന്റെ പന്താവ്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാനൊരു വാർത്ത കണ്ടത് ചന്ദ്രബാബു നായിഡുവിനെ കുറിച്ചിട്ടാണ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ യുണൈറ്റഡ് ഫ്രണ്ടും മറ്റ് ഫ്രണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത ആ ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുന്നു, ഇനി പാർലമെന്റിനകത്തെ തേർഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞതിനൊന്നും പ്രസക്തിയില്ല. അതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് നേരെയില്ല. ഇപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നോ അതിനെ സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ എതിർക്കേണ്ടതിനെ എതിർക്കുക, കൺസ്ട്രക്റ്റീവായി സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ അമരാവതി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശത്തിന്റെ പുതിയ തലസ്ഥാനത്തെ ലോകോത്തര തലസ്ഥാനമാക്കി മാറ്റാം, അതിന് കേന്ദ്രവുമായിട്ട് യോജിച്ചു പോവാം. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും സഹകരണത്തിന്റെ പന്താവിലാണ്. ADMK ആണെങ്കിലും
കുറേയൊക്കെ CPM ആണെങ്കിലും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയാണെങ്കിലും സഹകരണത്തിൻ്റെ പാതയിലൂടെ പോയാൽ നേടാനുള്ളതെല്ലാം നമുക്ക് നേടാൻ സാധിക്കും. എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യേണ്ട കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ആരെയും MLA ആയിട്ടോ MPA ആയിട്ടോ തിരഞ്ഞെടുത്ത് അയക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാനോ ഭരണപക്ഷത്തിരിക്കാനോ അല്ല, രാഷ്ട്രത്തിൻ്റെ ഭരണത്തെ ധന്യമായി കൊണ്ടുപോകാനാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് ആരെയും തിരഞ്ഞെടുക്കുന്നില്ല, ഭരണപക്ഷം എന്ന് പറഞ്ഞിട്ടും ആരെയും തിരഞ്ഞെടുക്കുന്നില്ല. എല്ലാവരും ഒരേ രീതിയിൽ കാര്യങ്ങൾ, സൗകര്യങ്ങളും അലവൻസുകളും ശമ്പളവും എല്ലാവരും പറ്റുന്നവരാണ്. അവരെവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പൂർണ്ണമായിട്ടും ഓരോ വിഭാഗത്തിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എങ്ങനെയാണോ അവരുടെ കാര്യം നേടുന്നത്, അതേപോലെ അവരുടെ കാര്യം നേടാൻ സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും എല്ലാവരും അതിന് കൈകോർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രണാമം, നമസ്കാരം.